ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, തന്നു മദ്രസ പോയിട്ടുണ്ട്. ഞാൻ ചായ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ചായ കുടിച്ചിട്ടില്ലേ, കുറേ പണിയുണ്ട്. കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പിള്ളേരുടെ സ്കൂളും ടിഫിനും, പിള്ളേർക്ക് ചോറ് കൊടുക്കാനും സ്കൂളിലേക്ക്, പിന്നെ ഒന്ന് പുറത്ത് പോകണം, അങ്ങനെ എന്തെല്ലോ ആവശ്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ കാണാം. ഓക്കെ, അപ്പം ഞാൻ ചായ കുടിക്കുന്നത് നിങ്ങൾ കുടിക്കാവേ. പക്ഷേ അത് പിന്നെ ഞാൻ ഈ രാവിലെ ചായ ബിസ്ക്കറ്റും ചായ കുടിക്കുന്ന കണ്ടിട്ട് കുറേ ആൾ കുടിക്കാൻ തുടങ്ങിന്. മഷാല സിറ്റി സെൻറ്റർ പോയിട്ട് കപ്പ് വേങ്ങിന് അങ്ങനെ എങ്ങനെയെല്ലാം പറഞ്ഞിട്ടില്ലേ. കാസർഗോഡ് നിന്ന് വേങ്ങിന്, ഞങ്ങൾ സിറ്റി സെൻറ്റർ പോയിട്ടില്ല, കപ്പിന് കുമ്പളേന്ന് വേങ്ങിന് എന്നെല്ലാം കുറേ ആൾ മെസ്സേജ് ഇട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എല്ലാം അയച്ചിട്ടുണ്ടാ. അപ്പോൾ ഭയങ്കര സന്തോഷം, നമ്മൾ കുടിക്കുന്ന കണ്ടിട്ട് എല്ലാവരും കുടിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് തന്നെ കുടിക്കാവേ. ഞാൻ ചായ കുടിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് പെരുന്നാളിൻ്റെ ഓർഡറും തിരക്കും കാര്യങ്ങളെല്ലാം ഇല്ലേ. അപ്പോൾ അതിൻ്റെ കുറേ ഓർഡറെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ ഓർഡറും എല്ലാം ഉണ്ടെങ്കിലേ എഴുതിയിട്ട് വെക്കുമായിരുന്നു വേറെ തന്നെ ഒരു ബുക്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് കുറേ ഓർഡർ നമുക്ക് ഓർമ്മ ഉണ്ടാകുന്നില്ല, ആര് വിളിച്ച് ആര് ചോദിച്ച് ആര് പറഞ്ഞതെന്തോ. അപ്പോൾ ഞാൻ രാവിലെ സുബഹിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ, ഈ ടൈമിൽ ഇപ്പോൾ പിള്ളമാരെല്ലാം എണിച്ചിട്ടൊന്നുമില്ല, സൈലൻ്റ് ടൈമല്ലേ. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് സൈലൻ്റ് ആയിട്ടാകുമ്പോൾ എഴുതിയിട്ടെടുക്കലാന്ന്. പണിയും കാര്യങ്ങളെല്ലാം നമുക്ക് ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഈ ഫ്രീ ടൈമിൽ എല്ലാം ഒന്ന് എഴുതിയിട്ടെടുത്തിട്ട് വെക്കുന്നത്. എന്നിട്ട് ആര് പറഞ്ഞത് ഓർഡറാക്കിയ ആര് ഓരോ പേരും ഓർക്കുള്ള അപ്പത്തിൻ്റെ സംഭവങ്ങളെല്ലാം എഴുതിയിട്ട് ആ അപ്പത്തിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം അങ്ങനെ വേറെ വെക്കലാന്നില്ല. എങ്കിൽ ലാസ്റ്റ് ആ പാക്കിങ് ടൈമിനില്ലേ എല്ലാം നമുക്ക് എന്തോ തലയും പാലും കിട്ടുന്നില്ല. അങ്ങനെയാണ് ഫുള്ളായിട്ട് നമുക്ക്. പിന്നെ നോമ്പിൻ്റെ പെരുന്നാളിൻ്റെ ഇത്ര ഓർഡർ ഇല്ല, അജ്ജി പെരുന്നാൾക്ക് കുറച്ച് കുറവാണ്. നോമ്പിൻ്റെ പെരുന്നാൾക്ക് എന്തോ ഭയങ്കര ഓർഡർ ഉണ്ടാകുന്നല്ലോ. അജ്ജി പെരുന്നാൾക്ക് കുറച്ച് കുറവുണ്ടാകുന്നു. ഓക്കെ, പിന്നെ പ്രോട്ടീൻ പൗഡറിൻ്റെ ഓർഡർ ഉണ്ടായിന്. പിന്നെ പ്രോട്ടീൻ പൗഡറിൻ്റെ കുറേ ദിവസമായി എന്നോട് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഉണ്ടാക്കിയത് തീർന്നിട്ടുണ്ടായി, ബൈലോട്ട് പൊടിക്കാൻ വറുക്കാനെല്ലാം നമുക്ക് ടൈമേ കിട്ടിയിട്ടുണ്ടായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെയാണ്. അതുകൊണ്ട് അതിന് ടൈം ഉണ്ടായിട്ടാണ്. അപ്പോൾ ഇപ്പം ഞാനതൊന്ന് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രോട്ടീൻ പൗഡർ അധികം പീടയിലാണ് വെക്കൽ. കുമ്പളയിൽ ചാന ഷോപ്പ് അറിയാമല്ലോ എല്ലാവർക്കും, അവിടെ വെക്കൽ. അവിടെ നിന്ന് വണ്ടിയോറ് മേഖലയാണ്. പിന്നെ മഷാല ഞാൻ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ട് മഷാല കുറേ ആൾ റെസിപ്പി ട്രൈ ആക്കിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിന്. നല്ല അതിന് അടിപൊളി ഇടിയപ്പം. അതിന് നമ്മളെ മാപ്പിളുടെ ഉമ്മാക്കും നമ്മളെ പെരക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ടിന്. നമ്മൾ മുമ്പ് മറ്റേ സ്റ്റോർ തരിയിൽ ചുട്ടോണത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ടതിന്. ഇത് നല്ല ടോറ്റായിട്ടുണ്ട്, നല്ല അതിന് നല്ലിട്ട് കുറേ നീളത്തിൽ വാട്സപ്പിൽ മെസ്സേജ് എല്ലാം ഇട്ടിട്ടുണ്ടായിന്. പക്ഷേ അത് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളെ വീഡിയോസ് നോക്കിയിട്ട് നമ്മളെ റെസിപ്പീസ് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ പറയുന്നുണ്ടായിരുന്നു ഈസിയുള്ള റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ തന്നെ തോന്നുന്നല്ലോ. അതുതന്നെ നമ്മളെ ഈ വീഡിയോ നോക്കുന്നത് നമുക്കറിയാം ഒരു വക നമ്മളെ സാധാരണക്കാരാണ്. അപ്പോൾ ഇങ്ങനെ വേറെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമും കാര്യങ്ങളും ഇല്ലെന്നില്ല. അപ്പോൾ ഈ നമ്മൾ പുരയിലുള്ള സാധാരണ സംഭവം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് അധികം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതെന്താ പറയുക, രാവിലെ തന്നെ തിരക്ക് പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. സ്കൂളിലേക്ക് പോകുമ്പോൾ കിച്ചണിലേക്ക് കയറാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായി എഴുതാനും, പിന്നെ കുറച്ച് ഡ്രസ്സെല്ലാം ഇളക്കിയിട്ട് മുകളിലിടാനും അങ്ങനെ എന്തെല്ലാം കുറച്ച് പണിയുണ്ടായി. അപ്പോൾ ഏകദേശം ഞാൻ 7-7:30 മണിയാകുമ്പോൾ അന്ന് കിച്ചണിൽ കയറിയത്. അപ്പോൾ പിന്നെ എന്തായെങ്കിലും ലേറ്റാകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചോറ് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ചോറിന് കറി എന്തിപ്പാ എന്നിട്ട് നോക്കുമ്പോൾ ഞാൻ മുട്ടൻ്റെ ഒരു മഞ്ഞത്തണ്ണി ഇല്ലേ, നമ്മളെ സാധാരണ മഞ്ഞത്തണ്ണി എന്താ നമ്മൾ മഞ്ഞത്തണ്ണി എന്നാന്ന് പറയല്, മുളകിട്ടത് എന്നല്ല പറയില്ല അങ്ങനെ. അപ്പോൾ മഞ്ഞത്തണ്ണിയും പിന്നെ കുറച്ച് പപ്പടവും അങ്ങനെ എന്തെല്ലാം ഇട്ടിട്ട് കൊടുക്കലാണ്. അപ്പോൾ എന്തെല്ലാം നിങ്ങൾ നോക്കാവേ. അങ്ങനെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. പെട്ടെന്നാവണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു സ്പീഡ് ചെയ്യണമെങ്കിൽ ഈ കുക്കറിലെല്ലാം വെക്കണം എളുപ്പത്തിലാണെങ്കിൽ. അങ്ങനെ ഒരു ഓയിൽ ഒഴിച്ചതിന് ശേഷം കറിവേപ്പും ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മസാലാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ മൂടിയിട്ട് വെച്ചെങ്കിൽ 2 വിസിലാകുമ്പോൾ തുറന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് വന്നിരി കിട്ടും. പിന്നെ ചോറ് വെക്കുമ്പോൾ അങ്ങനെ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ കെറ്റലിൽ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ അങ്ങനെ ചോറും അങ്ങനെ പെട്ടെന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ ദോശയൊക്കെ അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ദോശക്കെല്ലാം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അരച്ചിട്ട് പെട്ടെന്ന് ഇതിൻ്റെ ഇടയിൽ ദോശയും കൂട്ടി കൊടുക്കുന്നുണ്ട്. രാവിലെ സ്കൂളിൽ പോകുന്ന ടൈമിലില്ലേ നമുക്ക് 2 കൈയല്ല, എക്സ്ട്രാ 2 കൈ ഉണ്ടെങ്കിൽ തേയിലല്ലേ. പിള്ളേരെ അതിൻ്റെ ഇടയിൽ പക്ഷേ അത് ഓരോ തന്നെ റെഡിയാണ്. നമ്മളിപ്പോൾ ഒന്നും നോക്കണമെന്നിട്ടില്ല. മുമ്പെല്ലാം ഒരിക്കൽ തന്നെ ഞാൻ തലയില വാരി കൊടുത്തോണ്ടേന്. പക്ഷെ ഇപ്പോൾ മസാല ഓൾ തന്നെ 2 വല്ലായെങ്കും
രണ്ട് വല്ലല്ലെങ്കിലും ക്ലിപ്പ് ഫസ്റ്റിൽ കുത്തിയിട്ടും സൈഡ് കുത്തിയിട്ടും ഇങ്ങനെ ആങ്കിൾ ഒരു വക സെറ്റാക്കിയിട്ട് വരുന്നത് തന്നെ ഇടയ്ക്ക് ഞാൻ ഫ്രീ ഉണ്ടെങ്കിൽ ഞാൻ കെട്ടി കൊടുക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം നമുക്ക് രാവിലെ തിരക്കന്നല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ബേബി ഉണ്ടാകുമ്പോൾ കരച്ചിലും ഓർഡർ ഉണ്ടെങ്കിൽ അതും അങ്ങനെ ഇങ്ങനെ ആയിട്ട് പറയണ്ട ഓരോരോ സംഭവങ്ങളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബന്ധമരുന്നിൻ്റെ ഓർഡർ അതെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൊടുക്കാനുണ്ട്. അത് രാത്രി ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ട് അതും ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഓക്കെ, അതിന് പാക്ക് ആക്കാനുണ്ട്, അതൊന്ന് ഡെലിവറി ആക്കാനുണ്ട്, പ്രോട്ടീൻ പൗഡർ ഉണ്ട്. പക്ഷേ അതങ്ങനെ കുറേ ഓർഡറും കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ഇനി പെരുന്നാൻ്റെ ഓർഡർ എടുത്തെങ്കിൽ എന്ത് വരുന്നത് പ്രോട്ടീൻ പൗഡർ ഒന്നും നമുക്ക് സെറ്റ് ആവില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കാലിട്ട് അങ്ങനെ പിന്നെ നമുക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ട്, എനിക്ക് കൂളർ ജാമു പ്ലീസ്. അതെന്താ എനിക്ക് മനസ്സിലായിട്ടാ, നേരെ ഒന്ന് ടൈപ്പ് ആക്കിയിട്ടിടാവേ, എനിക്ക് എന്തെന്നത് മനസ്സിലായിട്ടില്ല. പിന്നെ മാഷാല്ലാ നല്ല ഉണ്ട്, നല്ല അടിപൊളിയാണെന്നല്ല പറയുന്നുണ്ട് അതിന്. പിന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ടായി. ഇൻഷാല്ലാ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി എല്ലാം കാണിക്കും. ഇപ്പോൾ പെരുന്നാൻ്റെ തന്നെ തിരക്കിലാന്ന്. ഓക്കെ, പിന്നെ ഒരാൾ സലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലൈക്കും സലാം, വീഡിയോസ് എല്ലാം കാണലുണ്ടെന്നല്ല പറഞ്ഞിട്ട്, നിങ്ങൾ വീഡിയോസ് എല്ലാം കാണലുണ്ട് ഇത്താന്നല്ല പറയുന്നുണ്ടായിരുന്നു. മാഷാല്ലാ സന്തോഷം. പിന്നെ നെയ്ക്ക് കേക്കിൻ്റെ റെസിപ്പി കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ ടൈം കിട്ടുന്നത് കാണിക്കാവാ. പിന്നെ ഓവന് വാങ്ങുമ്പോൾ ഏത് നല്ലതെന്നല്ല ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്തുള്ളത് വണ്ടർ ഷെഫിൻ്റെതാണ് ഓവന്. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടർ ഷെഫ് കംഫർട്ടാണ്. പക്ഷെ മുമ്പ് എൻ്റെ അടുത്തുണ്ടായിരുന്നത് വണ്ടർ ഷെഫ് തന്നെയാണ്. ഇപ്പോൾ എൻ്റേത് 3ാമത്തെ ഓവനാണ്. അത് അതിൻ്റെ മെറ്റീരിയലില്ലേ ഒരു തുരുമ്പ് പിടിച്ചാണ് കയറ്റുണ്ടായിന്. ഫസ്റ്റത്തെ ഓവന് ചെറുതുണ്ടായിന് 28 ലിറ്ററിൻ്റെ. അപ്പോൾ മെറ്റീരിയൽ തുരുമ്പ് പിടിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ മെക്കാനിക്കിനെ കാണിച്ചിട്ടാകുമ്പോൾ എന്നോട് പറഞ്ഞ് ഇതിൽ യൂസ് ആക്കാൻ കഴിയില്ല, നിങ്ങൾ ഇത് മാറ്റിക്കോ എന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ ചേഞ്ച് ആക്കിയതാണ്. എന്നിട്ട് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് ഏകദേശം 1 കിലോ ആവാനായി. പക്ഷേ അതിപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല, ഇതായിട്ടാണ്. അപ്പോൾ ഞാൻ കുറേ അൽഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിന് വണ്ടർ ഷെഫിൽ. അതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. അൽഫാം ഉപ്പും പുളിയും അങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതടിച്ചിട്ടായിരിക്കുമെന്ന്. അതുകൊണ്ട് പേടിച്ചിട്ടില്ല. ഈ ഓവനിൽ ഞാൻ അധികം അൽഫാം യൂസ് ആക്കലേ ഇല്ല. ഒരിക്കലോ എന്തോ തോന്നുന്നു, ഒരിക്കലും രണ്ടോട്ടോ എന്തോ തന്നെ ചിക്കൻ വെച്ചിരുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഈ കേക്ക് വെക്കുന്നതിൽ ചിക്കൻ വെക്കുമില്ലേ ആ ചിക്കൻ്റെ ഒരു സ്മെല്ലും പിന്നെ അങ്ങനെയെല്ലാം വരുമ്പോൾ പിന്നെ ഒരു കേക്ക് വെക്കുമ്പോൾ നമുക്കൊരു എന്തോരും എന്താ ചെയ്യുന്ന ഒരു മടുപ്പ് പോലെയാണ്. അപ്പോൾ വണ്ടർ ഷെഫാണെന്നല്ല, നമ്മളെ കേക്കിൻ്റെ ബേക്കേഴ്സിൻ്റെ ഗ്രൂപ്പിലെല്ലാം കുറേ ആൾ വണ്ടർ ഷെഫ് തന്നെയാണെന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഓവറായിട്ട് എനിക്ക് അതിനെ കുറിച്ചിട്ട് അറിയാല. ഓക്കെ, പിന്നെ അപ്പം ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിന്. അപ്പം ഡെലിവറി മുമ്പെല്ലാം ഉണ്ടായിന്. പക്ഷേ ഇപ്പോൾ ഇല്ലേ അസ്രുൽ മാപ്പിള ഇല്ലാത്തതുകൊണ്ട് തന്നെ നാട്ടിൽ ഞാൻ കുമ്പളയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല കായിൻ്റെ ഒരു എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സ്കൂളിൽ പിള്ളേർ പോകുമ്പോഴേക്കില്ലേ, പിള്ളേർ പോകുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് 2 ചെറിയ കായ് നേന്ത്രം എടുത്തിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ എടുത്തിട്ടില്ലേ ഗ്യാസിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് അതിൽ ഓയിലിട്ട് കൊടുക്കാം. ഓക്കെ, നെയ്യിട്ട് കൊടുക്കാം. നെയ്യ് ഓയിൽ എന്തായാലും പിന്നെ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നില്ലേ, നല്ല നെയ്യിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനെ കായ് വെച്ചിട്ട് അതിൽ ചെറിയ തീയാക്കണോ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട കത്തിപ്പോകും. ഓക്കെ, ചെറിയ സിമ്മിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ സെറ്റായിട്ട് വരുമ്പോൾ അതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഫുള്ളൊന്നിങ്ങനെ മറിച്ചിട്ടിട്ട് ചെയ്യുന്ന ശേഷം ഇല്ലേ, ഇനി നമുക്ക് 2 മുട്ട എടുക്കാം. 2, 3, 4, 5 നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 2 മുട്ടയാണ് എടുക്കുന്നത്, തന്നെക്കും മിന്നിക്കും വേണ്ടിയിട്ടല്ലേ. അത് പിന്നെ ഇപ്പോൾ സ്കൂൾ മാറിയതുകൊണ്ട് അതിപ്പോൾ സ്നാക്സ് ഒന്നും കൊണ്ടുപോലില്ല, മിന്നുക്കും തന്നുക്കുമാണ്. അപ്പോൾ ഞാൻ മുട്ട പൊട്ടിച്ചതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പിട്ടിന് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിന് നല്ല പങ്ങൽ ഒന്ന് ബീറ്റാക്കിയിട്ടതിന് ശേഷം ഇല്ലേ, നമ്മളിപ്പോൾ ആ പാനിൽ കായ് വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലേക്ക് തന്നെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, എന്നിട്ടില്ലേ കൂട്ടുന്നതിന് മുമ്പ് കുറച്ച് പാൽ വെച്ച് കൊടുക്കാം. ഇനിയൊരു അളവും ഇങ്ങനെ ഒന്നും വേണ്ട, നമ്മളെ കയ്യിലേക്ക് ഒരു ഇത്തിരി പാല് കൂട്ടി കൊടുത്തിട്ട് അതിന് ശേഷം ഇങ്ങനെ ഈ പാനിൽ ഞാൻ ദോശക്കല്ലിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട്, ദോശക്കല്ല് നമ്മൾ ഇപ്പോൾ ചൂടോടെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ചെറിയ സിമ്മിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുത്തിട്ട് നല്ല കട്ടാക്കിയിട്ട് കൊടുത്തെങ്കിലേ നല്ല ടേസ്റ്റാണ്, ഈസിയാണ്, എല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ മക്കൾക്കുള്ള ചോറെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിന്. അതിൻ്റെ ഇടയിൽ തന്നെ പപ്പടം കാച്ചിട്ട് എടുത്തിന് ഒരു പീസ് മാങ്ങാൻ കൊടുക്കാം. സ്കൂളിൽ പോയിട്ട് നല്ല അടിപൊളിയിൽ തിന്നിട്ട് മക്കളെല്ലാം മാങ്ങ എപ്പോഴൊന്നും കൊടുക്കല്ല, ഉണ്ടെങ്കിൽ ഇങ്ങനെ മുറിച്ച് കൊടുക്കും, അല്ലെങ്കിൽ ദോശ കൊടുക്കും, അല്ലെങ്കിൽ പുട്ട് കൊടുക്കും. അങ്ങനെ ഇത് ചോറ് തന്നെ ദോശ തന്നെ ചൂട് കറി തന്നെ അങ്ങനെ ഇട്ടൊന്നുമില്ല, നമ്മളെ കയ്യിൽ എന്തുണ്ട് എളുപ്പത്തിൽ അത് കൊടുക്കലാന്ന്. അപ്പോൾ എന്താ മിന്നുക്കും തന്നുക്കെല്ലാം ടിഫിനെല്ലാം റെഡിയാക്കലാന്ന്. ഇല്ലെങ്കിൽ 3 ആൾക്കുള്ള ടിഫിനാണ് ഇപ്പോൾ 2 ആൾക്കും സെറ്റായിട്ട് കിട്ടുന്നത് പറഞ്ഞാൽ. അങ്ങനെ മുട്ടക്കറിയും സംഭവങ്ങളെല്ലാം റെഡിയായിന്. അപ്പോൾ നിങ്ങൾ നോക്കാവേ, ഞാൻ ബാക്കി വിശേഷങ്ങളെല്ലാം പറയാം.
പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം നിങ്ങളെ പോരാടിയെന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഓള് ഈ മെസ്സേജ് അയച്ചാൾ ചുരിയില്ലെന്ന്. ഓക്കെ ഞമ്മു കുമ്പളയാന്ന് നയിക്കാപ്പ് മുളിയെടുക്കാനെല്ലാം പറയുന്നില്ല അറിയോ ആടെയാന്ന് പറഞ്ഞാൽ. പിന്നെ ചട്ടിപ്പത്തിൽ റെസിപ്പി ഇടുമെന്ന് ചോദിക്കുന്നുണ്ട് അതിന്. പിന്നെ നമ്മളെ മറ്റേ ഇതില്ലേ എന്തെന്ന് എയർ ഫ്രയർ അതിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അതിന്. ഇൻഷാ അല്ലാഹ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിന്. അത് എയർ ഫ്രയറിൻ്റെ ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അതാ മുട്ട സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ എണ്ണയിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ ഇപ്പോൾ നോക്കിയാൽ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിന്. അപ്പോൾ ഈ കായും ഈ മുട്ടയും എല്ലാം ഒന്നിച്ചിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ മക്കൾക്ക് എല്ലാം ഉണ്ടാക്കി കൊടുക്കുക എളുപ്പമല്ലേ. ജസ്റ്റ് ഒരു കായും മുട്ടയും ഉണ്ടെങ്കിൽ സംഭവം റെഡി. പാലും ഉണ്ടെങ്കിൽ അല്ലേ. പിന്നെ നമ്മൾ എല്ലാം നിങ്ങൾ നോക്കാം ബാക്കി വിശേഷങ്ങളെല്ലാം പറയാനുണ്ട്. നമ്മളതിൽ എപ്പോഴും വീഡിയോസ് കുറേ ആളുണ്ട് വീഡിയോസ് കാണുന്നത്, എന്നാലും സ്പെഷ്യലായിട്ട് വീഡിയോസ് കാണുന്നത് നമ്മളൊരാളുണ്ട് സൗദിയിലാന്ന് ഒരു പേര് ഫൗസിയാണ്ടിന്നാണ്. ഫൗസിയാണ്ടിന്ന് വിളിക്കും ഞാൻ. അവരുടെ സ്ഥലം നമ്മളെ നാട്ടിൽ തന്നെ പുത്തൂരാന്ന്. പക്ഷെ ഇപ്പോൾ അവരുള്ളത് സൗദിയിൽ. അങ്ങനെ 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 മാഷാ അല്ലാഹ് എൻ്റെ വീഡിയോ എപ്പോഴും നോക്കിയിട്ടില്ലേ കമൻ്റ് ഇടലും അതിന് റിപ്ലൈ തരലും വീഡിയോസ് വോയിസ് തന്നെ ഇടലാന്ന് അധികവും. എനിക്ക് എത്ര തിരക്കുണ്ട് ടൈമില്ലെങ്കിലും ഓർ നോക്കിയിട്ട് കമൻ്റെല്ലാം ഇട്ടിട്ട് മാഷാ അല്ലാഹ് വീഡിയോ നല്ല ഉണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് നല്ല കുറേ വോയിസ് ഇടലെല്ലാം ഉണ്ട്. നമ്മ ഒരു യൂട്യൂബായ പിന്നെ എന്നായ ഫ്രണ്ടാന്ന് അറിഞ്ഞാ. അങ്ങനെതാ മക്കളെല്ലാം പോയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഞാൻ ഒന്ന് ഇരുന്നോട്ട് മോനെയും പിടിച്ചിട്ട് ഒന്ന് സമാധാനത്തിലിരുന്ന് ഒന്ന് വെള്ളം കുടിക്കലാന്ന്. ഇപ്പോൾ പോയ പിന്നെ ഇല്ലേ സൗണ്ടൊന്നും ഇല്ലാത്തൊരു ബോറായെങ്കിലേ ആടത്തോളം നമ്മൾ ഇവിടെ പടക്കുന്നില്ല. രാവിലെ ആവാൻ വരുന്ന ടൈമിനോടത്തോളം പോയിട്ടാമക്കാന്ന് പിന്നെ ഒന്ന് റിലാക്സ് ആകുന്നത്. പക്ഷെ എനിക്കും ഇല്ലാട്ടും ഇല്ലാതെ ഉള്ളൊരു കിരക്കരാന്ന്. എന്നാലും പോയല്ലോ എന്നുള്ളൊരു സമാധാനവും പോയിട്ടാകുമ്പോൾ ഉള്ളൊരു കിരക്കരയല്ലോ രണ്ടും മിക്സായിട്ട് ഇങ്ങനെ ഞാൻ ഇരിക്കലാന്ന് കുറച്ച് നേരം. ഇനി നമുക്ക് കുറച്ചും പണിയെല്ലാം തീർക്കാനുണ്ട്. എന്നിട്ട് ആയില്ലേ നമ്മൾ രാവിലെ പെട്ടെന്ന് പണി തീർത്തെങ്കിലേ നമുക്ക് ഒരു ഉച്ചയാകുമ്പോൾക്ക് കുറേ നേരം റിലാക്സ് ആവാൻ ടൈമുണ്ട് റെസ്റ്റ് എടുക്കാൻ. നമ്മൾ ഉച്ചക്ക് ഉറങ്ങിയിട്ട് എണിച്ചിട്ട് നമ്മളെ ചോറും കറിയും അപ്പോഴെല്ലാം ടൈം തെറ്റിയെങ്കിൽ നമുക്ക് തീരെ ടൈം കിട്ടില്ല അല്ലേ. അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് കാണിച്ചത് 9:30 മണിക്ക് എങ്ങനെ പണി തീർക്കാമെന്നല്ലേ. ഇനി ഇൻഷാ അല്ലാഹ് കാണിക്കുന്നതില്ലേ 8 മണിയാകുമ്പോൾ എങ്ങനെ പണി തീർക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഓൾ എന്ത് ചെയ്യുന്നത് 8 മണിക്കാണ് പണിയാന്ന്. ഇൻഷാ അല്ലാഹ് 8 മണിക്ക് എങ്ങനെ പണി തീർക്കാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ അത് ഇതെന്താ പറയുക സംഭവം ബന്ധമരുന്നാന്ന്. അപ്പോൾ നമുക്ക് ബന്ധമരുന്നിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീതിയുള്ള ഒന്നിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഉമ്മ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ എന്തെല്ലാം പണി ഉണ്ടിട്ടില്ലേ ഞാൻ ഉമ്മാൻ്റെ കൊടുത്തത് എന്നിട്ട് ഇന്നിലിട്ട് തരുമെന്നിട്ട് ഇങ്ങനെ മസാല ഇങ്ങനത്തെ ഒരു പണിയെല്ലാം ഇതാക്കിയെങ്കിലേ ഉമ്മക്ക് ഇങ്ങനെ ഇരുന്നത് അങ്ങനെ എന്തോ കഴിയുന്നില്ല. നടുമ്പലം കയ്യമ്പലം കാലമ്പലം എല്ലാം നമ്പലമുണ്ട്. കാലെല്ലാം വീങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കാനൊന്നും കഴിയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു എളുപ്പത്തിൻ്റെ പണിയെല്ലാം ഉണ്ടെങ്കിൽ മസാല ഉമ്മ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല ഇതാന്ന് ഒന്നിച്ചിട്ടൊക്കെ കൂടി ചെയ്യുമ്പോൾക്ക്. അപ്പോൾ നമുക്ക് അത് ഇന്നലത്തെ വീഡിയോ ആണ് ഇതുവരെ കണ്ടത്. ഇന്നിപ്പം രാവിലെ ഉസ്താദ് ചോറ് അങ്ങനെ ഇങ്ങനെ ഭയങ്കര തിരക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രോട്ടീൻ പൗഡറിൻ്റെ വേണമെന്നല്ല ചോദിക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾ ചോദിച്ചിന്. അപ്പോൾ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ പൊടിച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഞാൻ ഇന്നലെ എല്ലാം പൊടിച്ച് വെച്ചിന്. അപ്പോൾ ഇന്ന് ഒരു 8-9 പീസ് വേണമെന്നിട്ട് ഒരാൾക്ക് 2 ഒരാൾക്ക് 4 ഒരാൾക്ക് 3 അങ്ങനെ ചോദിച്ചതാണ്. അപ്പോൾ വോയിസ് ഇട്ടിട്ടുണ്ട്. ആരെല്ലാം ചോദിച്ചത് എന്തെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഒന്ന് വോയിസ് വീണ്ടും ഒന്ന് കേട്ടിട്ടായതിനു ശേഷം ഇട്ടിട്ട് ചനപ്പുഴയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആടെ കുമ്പളയിൽ കൊടുത്തെങ്കിൽ ആടെ തന്നെ ടൗണിൽ നിന്ന് എല്ലാവരും വന്നിട്ട് മേങ്ങലാന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഉള്ളിലോട്ട് വരണ്ടേ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കണ്ട. നിങ്ങളെ കമൻറ്റും ലൈക്കും മസ്റ്റാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാവാം ഞാൻ റിപ്ലൈ തരാം. ഓക്കെ അപ്പോൾ നമ്മളെ പുരകുടിയും മസാല കാര്യങ്ങളെല്ലാം നാളെ അപ്പോൾ അതിൻ്റെ വീഡിയോസും പുരകുടീൻ്റെ സംഭവങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാവാ. ഓക്കെ അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ അസ്സലാമു അലൈക്കും.